1989 അനിവാര്യമായ ഒരു പിളർപ്പ് ദീനിന്റെ വിഷയത്തിൽ അല്ലാഹു തആല നല്ലൊരു പിളർപ്പുണ്ടാക്കി. അത് ദൗർഭാഗ്യകരമെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. അള്ളാഹ് ചെയ്തതിനെ പറ്റി നമ്മൾ എന്തിനാ അത് പറയേണ്ട കാര്യം? അതൊക്കെ ഒരു സൗഭാഗ്യകരമായിരുന്നു. അപ്പോ കേരളത്തിൽ നമ്മളിങ്ങനെ നോക്കിയാൽ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന ഒരു പന്ത്, അത് കേരളത്തിന് ഒരു ഗ്രൗണ്ട് ആക്കിയിട്ട് രണ്ടാളെ കയ്യിൽ കൊടുത്തു അല്ലാഹു തആല. ഒന്ന് AK ഉസ്താദ് ഒരു ടീമിൽ നേതാവായി, AP ഉസ്താദ് ഒരു ടീമിലായി. നമ്മളൊക്കെ ഏത് ടീമിൽ കൂടി? AP ഉസ്താദിന്റെ ടീമിൽ കൂടി. നമ്മുടെ ടീമിനെ നമ്മൾ കളിച്ചു, നമ്മൾ നന്നായിട്ട് കളിച്ചു. കളിക്കന്നെ ഒരു ഗോൾ അടിച്ചു, അങ്ങനെ ഗോൾ അടിച്ചാണ് പോയി. കളി അറിയാത്തവരും ഉന്താനും തള്ളാനും കാല് വെള്ളിച്ചിടാനും ഒക്കെ അങ്ങനെ പ്രശ്നം അതൊന്നും അങ്ങനെ തുടരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കളിയാണ് മുന്നോട്ട് പോയി. അൽഹംദുലില്ലാഹ് നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ എത്രയാണ് മദ്രസകളായത്? സുബ്ഹാൻ, 5,51,800 കുട്ടികൾ ഇന്ന് രാവിലെ നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഫാത്തിഹ ഓതി. നമ്മുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ ഫാത്തിഹ ഓതി. അത്രയധികം കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിച്ചത്. ഇപ്പൊ നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദ് ലോക ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദ് അൽഹംദുലില്ലാഹ് 300 കോളേജുകളിലായിട്ട് 20,000 ആലിമീങ്ങളെ വാർത്തെടുക്കുകയാണ്. ഇതൊക്കെ നടന്നത് നമ്മുടെ ആ മത്സരങ്ങൾ നടന്നപ്പോൾ അല്ലാഹു തആല ഫല്യതനാഫസിൽ മുതനാഫിസൂൻ ഖൈറായ കാര്യത്തിന് മത്സരം വെച്ചിട്ടുണ്ടാവും. ആ മത്സരത്തിൽ അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ എല്ലാ ഗ്രാമങ്ങളിലും പ്രകാശപൂരിതമായി നിൽക്കുകയാണ് മദ്രസകൾ. അതേപോലെ തന്നെ ദർസുകൾ, കോളേജുകൾ. ഈ സമസ്തയുടെ 100ാം വാർഷികം നടക്കുമ്പോൾ അതിന്റെ ഒരു പ്രചരണാർത്ഥമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കാൻ നമ്മുടെയൊക്കെ സംഘടനയുടെ മെമ്പർഷിപ്പ് നടക്കുന്നു. അതേപോലെ തന്നെ കേരള യാത്ര ഇൻഷാ അല്ലാഹ് അത് ജനുവരി 1-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് അത് തിരുവനന്തപുരത്തേക്ക് തല ഉയർത്തി പോകാനാണ് നമ്മളെ തീരുമാനം. ആ വിവരങ്ങൾ നോക്കിയിട്ടില്ലേ? ഇവിടുന്നൊക്കെ പാടെ പോയി കാസർഗോഡ് പോയിട്ട് കുനിയാനല്ല. പിന്നെ നമ്മളതെന്താണ്, അത് കാസർഗോഡ് നിന്ന് തുടങ്ങിയിട്ട് അതിന്റെ മട്ടത്തിൽ ഇങ്ങനെയാണ് പോയിട്ട് തിരുവനന്തപുരത്ത് തല ഉയർത്തി നിൽക്കാനാണ് നമ്മൾ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ അവിടെ ഉദ്ഘാടനം ചെയ്ത് എവിടെ ചട്ടഞ്ചാലിനാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ചട്ടപ്രകാരം ചാലിൽ കൂടെ വന്നാൽ എവിടെ എത്തും? തല ഉയർത്തി തിരുവനന്തപുരത്തെത്തും. അല്ലാതെ ഇവിടുന്നൊക്കെ പാടെ ആട്ടിത്തൊളിച്ച് അവിടെ പോയി കുനിയാനല്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഒരു ചങ്ങായി പറഞ്ഞു, എന്ത് നമുക്ക് ഈ ചട്ടം പോലെ തുടങ്ങിയിട്ടുണ്ട്, മറ്റൊരു സ്ഥലത്ത് പോയിട്ട് തലപൊന്തിക്കാം. ഇത് എവിടുന്നോ വന്നിട്ട് കുനിയൽ വന്നിട്ട് കുനിയലല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് നിങ്ങൾക്ക് യാത്ര പോകാനും ഇവിടെ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കാനും നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതും അതിന്റെ മോഡൽ ആരാണ്? നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലഭിക്കുന്നു. കുനിയണമെന്ന് പറഞ്ഞപ്പോ ഇബ്ലീസ് സമ്മതിച്ചില്ല. അല്ലാഹ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ തത്വം തന്നെ, നിയമം തന്നെ, ആദർശം തന്നെ എന്താണ്? അള്ളാഹുവിന്റെ മുമ്പിൽ തലകുണിക്കുക എന്നുള്ളതാണ്. അതേ നമുക്ക് 46 കോടിയും മറ്റും ഈ സമസ്തയെ സ്നേഹിച്ചിട്ട് ജനങ്ങൾ തന്നപ്പോഴേക്ക് അവർ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹു വലിയ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്നിട്ട് വന്നിട്ട് ഞങ്ങൾ അല്ലാഹുവിற்கு ശുക്റിന്റെ സുജൂദായിട്ട് കുനിയാനിട്ട് ഇവിടെ കുനിയയിൽ ബദർ യുദ്ധത്തിലേക്ക് പോയ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ അവിടെ എത്തിയിട്ട് ആ ബദർ ഭൂമിയിൽ ശത്രുക്കളുടെ മുമ്പിൽ തല ഉയർത്തി നിന്നിട്ട് അഹങ്കരിച്ചതല്ല, മറിച്ചു അവിടുന്ന് റബ്ബിലേക്ക് സാഷ്ടാംഗം ചെയ്തിട്ട് ഒന്ന് കുനിഞ്ഞിട്ട് അല്ലാഹുവിനോട് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞിട്ട് റബ്ബിനോട് പ്രാർത്ഥിച്ച ആ പ്രവാചകര് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു മാതൃകയാണ്. ഞങ്ങൾ അഹങ്കാരികളല്ല, ഞങ്ങൾ ധിക്കാരികളല്ല. നമുക്ക് നിങ്ങളെക്കാളും ഉഷാറായിട്ട് പല പദങ്ങളും പ്രയോഗിക്കാനും പ്രസംഗിക്കാനും അറിയാം. പക്ഷെ നമ്മുടെ മാന്യതയോട് അത് യോജിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് പറയാൻ നിൽക്കുന്നില്ല. അല്ലാഹു തആല നല്ല ബുദ്ധി തരട്ടെ. കുനിയും ഞങ്ങൾ കുനിയോ, കുനിയും ഞങ്ങൾ കുനിയോ, കുനിയുടെ മണ്ണിൽ കുനിയോ, കുനിയുടെ മണ്ണിൽ കുനിയോ, സിന്ദാബാദ് സിന്ദാബാദ് സിന്ദാബാദ്, സമസ്തരാലേ സിന്ദാബാദ്, കുനിയും ഞങ്ങൾ കുനിയോ, കാസർഗോഡിലെ കുനിയോ,